ലണ്ടനിൽ അദൃശ്യനായ ഒരു കള്ളനുണ്ടായിരുന്നു. അയാളെ മനുഷ്യർക്ക് കാണുവാനേ കഴിയുമായിരുന്നില്ല. അയാൾ അദൃശ്യനായിട്ടായിരുന്നു മോഷണം നടത്തിയിരുന്നത്. ആദ്യ ദിവസം ഒരു ഫ്രിഡ്ജ് മോഷ്ടിച്ചു, രണ്ടാമത്തെ ദിവസം ഒരു വാഷിംഗ് മെഷീനും, മൂന്നാമത്തെ ദിവസം ഒരു മിക്സർ ഗ്രൈൻഡറും, നാലാമത്തെ ദിവസം ഒരു ടെലിവിഷനും. ചിന്തിക്കൂ, ഇനി അയാൾ എന്തായിരിക്കും മോഷ്ടിക്കാൻ പോകുന്നതെന്ന്? റേഡിയോ ആയിരിക്കുമോ, സൈക്കിളാണോ, ബെഡാണോ, മൈക്രോവേവ് ഓവൻ ആയിരിക്കുമോ? ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ ആൻസർ കമന്റായി പറയൂ. എന്തായിരിക്കും ആദ്യം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ടി വി. ഇനി അടുത്തത് എന്തായിരിക്കുന്നത്? മൈക്രോവേവ് ഓവൻ. നമുക്ക് എല്ലാം കിച്ചൺ പ്രൊഡക്റ്റ് ആണ്. ടിവിയോ? അത് ശരിയാണല്ലോ. എനിക്ക് കടന്ന് ടി വി കണ്ടവനെ. സൈക്കിളാ? സൈക്കിൾ എന്തിനാണ്? ശരി, ഓരോട് പറഞ്ഞു. ന്യൂസ് പേപ്പർ ഇത് വെക്കുക, ട്രാവൽ ചെയ്യാൻ കിടക്കുക. ഞാൻ ബെഡ് ഹൗസ് പറയണേ. ബെഡ്. ശരി, ഞാൻ മൈക്രോവേവ് ഓവൻ. നീയോ? സൈക്കിൾ. നീയോ? ഓക്കെ, നോക്കാം. ഉത്തരം നോക്കാം. ഓരോ ഓൾട്ടർനേറ്റ് ഡേയിലും അടുക്കള സാധനങ്ങളാണ് മോഷ്ടിക്കുന്നത്. ആദ്യത്തെ ദിവസം ഫ്രിഡ്ജ്, മൂന്നാമത്തെ ദിവസം മിക്സർ ഗ്രൈൻഡർ. അതുകൊണ്ട് അഞ്ചാമത്തെ ദിവസം മൈക്രോവേവ് ഓവൻ ആയിരിക്കും മോഷ്ടിക്കപ്പെടുക.